ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പാർട്ട് 1 എക്സാം ഈസ് ഓൾമോസ്റ്റ് ഹിയർ. ഓക്കെ, നമുക്കൊരു 45 ഡേയ്സ് കൂടാണ് ഇനി നമ്മുടെ പാർട്ട് 1 എക്സാമിന് അക്കോർഡിംഗ് ടു ദ ടെൻറ്റേറ്റീവ്സ് വെച്ചിട്ട് നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ലാസ്റ്റത്തെ ഏപ്രിൽ മാസം നീക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്കിനി ഒരു 40 ഡേയ്സ് ആണുള്ളത്. അപ്പോൾ ഈ 40 ഡേയ്സിൽ 10 ഡേയ്സ് ഓരോ സബ്ജക്റ്റിനും 10 ഡേയ്സ് വെച്ചിട്ട് കൊടുത്താൽ തന്നെ നമുക്ക് നമ്മുടെ പാസ്സാവാനുള്ള എല്ലാ മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഓരോ സബ്ജക്റ്റിനും 10 ഡേയ്സ് ഈച്ച് വെച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ ചിലർക്ക് ഓരോ രീതിയാണല്ലോ. അപ്പോൾ ചിലർക്കിപ്പോൾ ഒരു ദിവസം തന്നെ 2 സബ്ജക്റ്റ് മാറി മാറി കവർ ചെയ്യാൻ പറ്റണ പോലെ പ്ലാൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അവിടെ 4 സബ്ജക്റ്റിൽ ഞാൻ ഈ ഓർഡറിലാട്ടോ പഠിച്ച ഓർത്തോ, പെരിയോ, OMR, PhD. സോ ഓർത്തോ എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ബിക്കോസ് 4 സബ്ജക്റ്റ് നമുക്ക് പാസ്സാവാനുണ്ടല്ലോ. എന്നാൽ പോലും ഇപ്പോൾ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കേണ്ടവർക്ക് ഓർത്തോ ഒരു മസ്റ്റ് നോട്ട് പ്രിപ്പറേഷൻ മെത്തേഡ് തന്നെ യൂസ് ചെയ്യണം. കാരണം ചില ടോപ്പിക്കൊക്കെ നമുക്ക് നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കേണ്ടതുണ്ട്. ഓർത്തോന്നല്ല, എല്ലാം അങ്ങനെ തന്നെ പഠിക്കാനുണ്ട്. സോ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ടോപ്പിക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാതിരിക്കുക. അതായത് നിങ്ങൾക്കൊരു ടോപ്പിക്ക് മനസ്സിലായില്ലെങ്കിൽ അത് തന്നെ വെച്ചുകൊണ്ടിരിക്കാതെ, മനസ്സിലായില്ലെങ്കിൽ ഒന്നെങ്കിൽ വീഡിയോസൊക്കെ റെഫർ ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ചിട്ട് നിങ്ങൾ ആ ടോപ്പിക്ക് പഠിച്ച് കവറപ്പ് ചെയ്യുക. പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസും ടോപ്പിക്സും കവർ ചെയ്യുക. അപ്പോൾ നമ്മളൊരു ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ച് എഴുതിയതുകൊണ്ട് നമ്മൾ പാസ്സാവണമെന്നില്ല. സോ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നന്നായിട്ട് പിന്നെ വിശാലമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കാനുള്ള നമ്മുടെ സമയം കഴിഞ്ഞു. പഠിക്കുക, ടോപ്പിക്ക് ലീവ് ചെയ്യുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം പഠിച്ചത് എന്തായാലും മറന്നു. നമ്മൾ എത്ര തവണ റിവൈസ് ചെയ്യുന്നു അത്രയാണ് നമ്മൾ ഓർക്കുക. സോ ഒരു ടോപ്പിക്ക് പഠിച്ചു, നേരത്തെ പഠിച്ചായിരുന്നു, മറന്നുപോയി, അതോർത്ത് ടെൻഷൻ അടിച്ച് ആ സമയം കളയാതെ അത് ലീവ് ചെയ്യുക. ഓക്കെ, മറന്നുപോയി, സാരമില്ല, നമ്മൾ വീണ്ടും പഠിക്കുക. എന്നിട്ട് ആ ടോപ്പിക്ക് നല്ലോണം മറക്കാത്ത രീതിയിൽ മനസ്സിലാക്കി പഠിച്ച് വെക്കുക. പിന്നെ എഴുതുന്ന രീതികൾ, പ്രസൻറ്റ് ചെയ്യുന്ന രീതികൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് വീഡിയോസൊക്കെ, അതൊക്കെ നോക്കുക. പിന്നെ കഴിവതും മെൻ്റൽ ഹെൽത്ത് നിങ്ങൾ ഓക്കെ ആക്കി വെക്കാൻ നോക്കുക. അതായത് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്ട്രെസ്സും ടെൻഷൻസും ക്വാർട്ടർ പ്രഷറും ഒക്കെ മാക്സിമം നിങ്ങളുടെ ആ ഒരു കോളേജ് ടൈം വരെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബാക്കി സമയം നിങ്ങൾ പഠിത്തത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക. കാര്യം വർക്കൊക്കെ അതിൻ്റെ വഴിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നടന്നു പോകും. അതെങ്ങനെയാണെന്ന് അറിയില്ല, ബട്ട് യു വിൽ എന്തായാലും അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. ബട്ട് സ്റ്റഡി അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾ നല്ലോണം അതിന് വേണ്ടി എഫേർട്ട് ഇടണം, ടൈം കണ്ടെത്തണം, പഠിക്കണം. നോക്കിയിട്ട് എങ്ങനെയാണ് പേപ്പർ ബെസ്റ്റ് രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങിക്കോ, എല്ലാവരും സൂപ്പറായിട്ട് പാസ്സാവട്ടെ. അപ്പോൾ ഹാപ്പി ലേണിംഗ്. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.